ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഫറി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CPR പറ്റിയാണ്, സെൻട്രൽ പിവോട്ട് റേഞ്ച്. അപ്പോൾ നമ്മളിത് പിവോട്ട് പോയിന്റ് പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ഈ CPR. അപ്പോൾ CPR കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രീവിയസ് ഡേ ഹൈ ലോ ക്ലോസ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ CPRൽ നമുക്ക് 3 ലെവൽസ് ആണ് കിട്ടുന്നത്. അതായത് അപ്പർ പിവോട്ട് റേഞ്ച്, പിവോട്ട് പോയിന്റ്, പിന്നെ ലോവർ പിവോട്ട് റേഞ്ച്. അതായത് അപ്പർ പിവോട്ട് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ ഹൈയിൽ നിന്ന് പിവോട്ട് പോയിന്റ് കുറച്ചിട്ട് കിട്ടുന്ന വാല്യൂ ആണ് അപ്പർ പിവോട്ട് റേഞ്ച്. ഇനി അതുപോലെ ലോവർ പിവോട്ട് റേഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ലോയിൽ നിന്ന് പിവോട്ട് പോയിന്റ് കുറച്ച് കിട്ടുന്ന വാല്യൂ ആണ് ലോവർ പിവോട്ട് റേഞ്ച്. അപ്പൊ നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പിവോട്ട് പോയിന്റ് തൊട്ട് മുകളിലും താഴെയായിട്ടും ഈ അപ്പർ പിവോട്ട് റേഞ്ചും ലോവർ പിവോട്ട് റേഞ്ചും പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ലെവൽസിന്റെ മുകളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് കൺസിഡർ ചെയ്യുന്നത് മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷ് ആയിരിക്കും. അതല്ല, ഈ ലെവൽസിന്റെ താഴെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യണമെങ്കിൽ അത്തരം സ്റ്റോക്സിൽ നല്ല രീതിയിൽ ബെയറിഷ് ട്രെൻഡ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കാറ്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് CPR തന്നെ നാരോ CPR എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ പറ്റിയാണ്. അതായത് നമ്മളിപ്പോൾ CPR സാധാരണ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ 3 ലെവൽസ് ആയിട്ട് പോകുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ചില ദിവസങ്ങളിൽ ഈ 3 ലെവൽസ്, അതായത് അപ്പർ പിവോട്ട് റേഞ്ചും ലോവർ പിവോട്ട് റേഞ്ചും പിവോട്ട് പോയിന്റ് ആയിട്ട് യോജിച്ച് ഒരു ഒറ്റ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അത്തരം ദിവസങ്ങളിൽ ആ സ്റ്റോക്സുകളിൽ നല്ലൊരു മൂവ്മെന്റിന് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ നാരോ പിവോട്ട് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ നമ്മൾ കാലത്ത് തന്നെ CPR സ്റ്റോക്സ് വേണ്ടി കൊടുക്കാറുണ്ട് കുറച്ച് സ്റ്റോക്സുകൾ. അത്തരം സ്റ്റോക്സുകളൊക്കെ നാരോ CPR സ്റ്റോക്സുകളൊക്കെയാണ്. അപ്പൊ ഈ നാരോ CPR സ്റ്റോക്സുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലാണ്. അപ്പൊ ഈ ചാനലിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടെലിഗ്രാമിൽ നിക്കോളാസ് ടിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡെയിലി മോർണിംഗ് തന്നെ CPR സ്റ്റോക്സ് എന്ന് പറഞ്ഞ് കുറച്ച് സ്റ്റോക്സുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളൊക്കെ CPR നാരോ റേഞ്ച് സ്റ്റോക്സുകളൊക്കെയാണ്. അപ്പോൾ എന്താണ് CPR നാരോ റേഞ്ച് സ്റ്റോക്സ് എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് നമുക്ക് ആക്സിസ് ബാങ്ക്, IDFC, ട്രെൻഡ് 3 സ്റ്റോക്സുകളാണ് ആ ഒരു CPR നാരോ സ്റ്റോക്സിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ CPR ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ 3 ലെവൽസ് ആണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ നടുക്കുള്ള ലെവൽസ് നമ്മൾ പിവോട്ട് പോയിന്റും, ഇത് അപ്പർ പിവോട്ട് റേഞ്ചും, താഴെയുള്ളത് ലോവർ പിവോട്ട് റേഞ്ച് എന്നാണ് പറയാറ്. എന്നാൽ ചില ദിവസങ്ങളിൽ ഈ ഒരു 3 ലെവൽസ് ഒരുമിച്ച് ഇതേപോലെ വരും. അപ്പോൾ ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ നാരോ CPR എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ദിവസങ്ങളിൽ അത്തരം സ്റ്റോക്സുകളിൽ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ആക്സിസ് ബാങ്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. മാർക്കറ്റ് ഈ ഒരു CPRന് മുകളിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം താഴേക്ക് വന്നു. ഒരു CPR ലെവൽ താഴേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്തുകൊണ്ട് താഴേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്തു. മാർക്കറ്റ് താഴേക്ക് വന്നു. വീണ്ടും മാർക്കറ്റ് കയറി എക്സാക്ട് നമ്മുടെ ആ CPR ലെവലിൽ ടച്ച് ചെയ്ത് വീണ്ടും താഴേക്ക് വന്നു. വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് താഴേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് CPRൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന്. പിന്നെ അടുത്ത സ്റ്റോക്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് IDFC ആയിരുന്നു. അപ്പോൾ IDFC നമുക്ക് കാണാൻ സാധിക്കും. പ്രീവിയസ് ഡേ ആ ഒരു CPR 3 ലെവൽ സെപ്പറേറ്റ് ആയിരുന്നു. കണ്ടോ, ഇന്ന് നാരോ ലെവലായി, ഒറ്റ ലൈനായി മാറി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ നാരോ CPR എന്ന് പറയുന്നത്. ഇന്നും ആ ഒരു IDFCയും ആ CPR ലെവലിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഇവിടെ നല്ല രീതിയിൽ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചുകൊണ്ട് ബ്രേക്ക്ഔട്ട് സംഭവിച്ച ശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വരാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ട്രെൻഡ് കൂടി നോക്കണം. അപ്പോൾ നിഫ്റ്റി ഡൗൺ സൈഡ് ആണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോവാം. അതല്ല, നിഫ്റ്റി നല്ല രീതിയിൽ ബുള്ളിഷ് ആണെങ്കിൽ ഒരു CPR ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കയറുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. കാരണം മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ ട്രെൻഡ് റിവേഴ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ഒരു പോയിന്റിൽ നിന്ന്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ടാണ് ആ ഒരു സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ സ്റ്റോക്സ് വന്നിട്ടുള്ളത് ട്രെൻഡാണ്. അപ്പോൾ ട്രെൻഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. മാർക്കറ്റ് ആ ഒരു CPR ലെവൽ ബ്രേക്ക് ചെയ്ത്, അതായത് നാരോ CPR ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം വീണ്ടും എക്സാക്റ്റ് ആ ലെവലിൽ റീടെസ്റ്റ് ചെയ്തു, നല്ല രീതിയിൽ താഴേക്ക് വന്നു. പിന്നെ ക്ലോസിംഗ് ടൈമിലാണ് അതൊന്ന് ബ്രേക്ക് ചെയ്തത്. പക്ഷേ നമ്മുടെ മുമ്പത്തെ ആ ഒരു റെസിസ്റ്റൻസ് ലൈൻ ടച്ച് ചെയ്ത് നല്ല രീതിയിൽ നല്ലൊരു ഫോളാണ് വന്നിട്ടുള്ളത് ട്രെൻഡിൽ. അപ്പോൾ CPR നാരോ റേഞ്ച് വരുന്ന സ്റ്റോക്സുകൾ ഡെയിലി നല്ലൊരു മൂവ്മെൻറ്റ് കാണാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ CPR സ്റ്റോക്സ് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് മെസ്സേജ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും CPR സ്റ്റോക്സ് പറഞ്ഞ് കുറച്ച് ലിസ്റ്റ് കാണാം. അപ്പോൾ നമുക്ക് ടോപ്പിൽ വരുന്ന കുറച്ച് സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ നോക്കിയാൽ മതി. അത്തരം സ്റ്റോക്സുകളിലൊക്കെ നാരോ റേഞ്ച് CPR ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടെലിഗ്രാം ചാനലിൽ നിന്ന് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോക്സുകൾ മോർണിംഗ് തന്നെ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ nicolasnila.com പോവാം. ഇതിൽ ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് CPR സ്കാനർ എന്ന് കാണാം. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെയും അപ്ഡേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. കേട്ടോ, 3 സ്റ്റോക്സുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ nicolasnila.com CPR സ്കാനറിൽ വന്നിട്ടുണ്ടായാലും നിങ്ങൾക്ക് ആ സ്റ്റോക്സ് കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ CPR ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു നാരോ CPR കൺസെപ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഈ നാരോ ലെവൽ CPRന് താഴെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഈ ഒരു നാരോ ലെവൽ CPRന് തൊട്ട് മുകളിലാണ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് അപ്പ് സൈഡ് ആയിരിക്കും.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ CPR വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു നാരോ CPR കൺസെപ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ വരുന്ന സ്റ്റോക്സുകളൊക്കെ സാധാരണയായിട്ട് നല്ല രീതിയിൽ അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ആ ഒരു CPR നാരോ ലെവൽസ് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈയിലേക്കും, താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിലേക്കും പോവാം. അതോടൊപ്പം തന്നെ നമ്മൾ ഓവറോൾ മാർക്കറ്റിന്റെ ട്രെൻഡ് കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ ഓവറോൾ മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ, ഡൗൺ സൈഡ് ആണെങ്കിൽ നമ്മളെപ്പോഴും സെൽ സൈഡിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഓവറോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ അപ്പ് സൈഡ് നോക്കിയാൽ മതി. അതായത് ഈ CPRന്റെ മുകളിൽ സ്റ്റോക്സ് പോവുകയാണെങ്കിൽ നമുക്ക് ബൈ സൈഡ് നോക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിസ്റ്റ് വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.